നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. 2023-24 വർഷം നടന്ന ആനുകാലിക സംഭവങ്ങളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, 2023 ലോക ടൂറിസം ദിനത്തിന് ആതിഥേയത്വം വഹിച്ച നഗരമേതാണ്? ഉത്തരം റിയാദ്. റിയാദ് സൗദി അറേബ്യയിലാണ്. 2024 ഇൻ്റർനാഷണൽ ടൂറിസം ഫെയറിൻ്റെ വേദി എവിടെയായിരുന്നു? ഉത്തരം മാഡ്രിഡ്. ശ്രീലങ്കയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് കൊളംബോയിലെത്തിയ ഇന്ത്യൻ നാവികസേന മുങ്ങിക്കപ്പലേത്? ഉത്തരം INS കരഞ്ച്. 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സിഗരറ്റ് ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ രാജ്യമേത്? ഉത്തരം ന്യൂസിലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് ഷിപ്പ് ഏതാണ്? ഉത്തരം ഐക്കൺ ഓഫ് ദ സീസ്. 74ാമത് നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഉത്തരം വിൽനിയസ്, ലിത്വാനിയ. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യമേത്? ഉത്തരം സ്വീഡൻ. 31ാമത്തെ രാജ്യമാണ് ഫിൻലാൻഡ്. 2024 യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി വേദിയായ നഗരമേത്? ഉത്തരം ന്യൂഡൽഹി. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും വലിയ കാറ്റാടി യന്ത്രം സ്ഥാപിതമായ രാജ്യമേതാണ്? ഉത്തരം ചൈന. ChatGPTക്ക് ബദലായി ചൈന അവതരിപ്പിച്ച പുതിയ സംവിധാനത്തിൻ്റെ പേരെന്ത്? ഉത്തരം ഏർണി. മൈക്രോസോഫ്റ്റുമായി ചേർന്ന് മെറ്റ പുറത്തിറക്കിയ പുതിയ AI ചാറ്റ്ബോട്ടിൻ്റെ പേരെന്ത്? ഉത്തരം ലാമ 2. എലോൺ മസ്ക് ആരംഭിച്ച പുതിയ AI സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ പേരെന്താണ്? ഉത്തരം XAI. ബ്ലൂ ക്രാബുകളുടെ വ്യാപനം തടയാൻ പുതിയ പദ്ധതി ആരംഭിച്ച രാജ്യമേത്? ഉത്തരം ഇറ്റലി. 2025 സ്പെഷ്യൽ ടൂറിസം ഇയറായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യമേതാണ്? ഉത്തരം നേപ്പാൾ. അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിൽ ഈയിടെ അംഗമായ രാജ്യമേത്? ഉത്തരം മാൾട്ട. അടുത്തിടെ മീറ്റി റൈസ് എന്ന പുതിയ ഇനം നെല്ല് അവതരിപ്പിച്ച രാജ്യമേതാണ്? ഉത്തരം ദക്ഷിണ കൊറിയ. UK-യിൽ പുതിയ ഇലക്ട്രോണിക് വെഹിക്കിൾ ബാറ്ററി പ്ലാന്റ് സ്ഥാപിച്ച ഇന്ത്യൻ കമ്പനി ഏത്? ഉത്തരം ടാറ്റ. 2023 എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത രാജ്യമേത്? ഉത്തരം UK. 2023 ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യമേത്? ഉത്തരം ചൈന. അടുത്തിടെ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച മലേറിയ വാക്സിൻ ഏത്? ഉത്തരം R1 മാട്രിക്സ് M. 2024 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഉത്തരം ഇറ്റലി. 11ാമത് വേൾഡ് ഗവൺമെൻറ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഉത്തരം ദുബായ്. 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെ? ഉത്തരം ദക്ഷിണാഫ്രിക്ക. 2024 COP29 വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം അസർബൈജാനാണ്. COP28 2023 നടന്നത്. അതിൻ്റെ വേദി UAE ആയിരുന്നു. 2025 COP30 വേദി ബ്രസീലാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഉച്ചകോടിയാണ് ഈ COP ഉച്ചകോടി എന്ന് പറയുന്നത്. പ്രഥമ ആഫ്രിക്കൻ ഉച്ചകോടിയുടെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം നൈറോബി. 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ഉത്തരം ഇന്തോനേഷ്യയിലെ ജക്കാർത്ത. 2026 വേദി ഫിലിപ്പൈൻസ് ആണ്. 12ാമത് ബാംബു കോൺഫറൻസിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം തായ്വാൻ. അടുത്തിടെ ഓസ്ട്രേലിയൻ പാർലമെൻറ്റ് സ്റ്റാമ്പിലൂടെ ആദരിച്ച മലയാള സിനിമാ താരമാര്? ഉത്തരം മമ്മൂട്ടി. ലോകത്തിലാദ്യമായി പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ചുപിടിപ്പിച്ച രാജ്യമേതാണ്? ഉത്തരം അമേരിക്ക. UPI റൂപേ കാർഡ് സേവനങ്ങൾ ഉപയോഗിക്കാൻ ഈയിടെ തീരുമാനിച്ച ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് ശ്രീലങ്കയും മൗറീഷ്യസും. ബംഗ്ലാദേശിൽ തൊഴിൽ നിയമലംഘനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാന ജേതാവാര്? ഉത്തരം മുഹമ്മദ് യൂനസ്.
സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഐഫോൺ ഉപയോഗം നിരോധിച്ച രാജ്യമേത്? ഉത്തരം റഷ്യ. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് രാത്രികാലങ്ങളിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് വിലക്കേർപ്പെടുത്തിയ രാജ്യമേത്? ഉത്തരം ചൈന. സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗം വിലക്കണം എന്ന് ഈയിടെ ആവശ്യപ്പെട്ട അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ഉത്തരം യുനെസ്കോ. 6ാമത് ലോക ദുരന്ത നിവാരണ ഉച്ചകോടിക്ക് വേദിയായതെവിടെ? ഉത്തരം ഉത്തരാഖണ്ഡ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ ഈയിടെ സ്ഥാപിച്ച രാജ്യമേതാണ്? ഉത്തരം വിയറ്റ്നാം. ലോകത്തിലെ 2ാമത്തെ വലിയ ഹിന്ദു ക്ഷേത്രം നിലവിൽ വന്ന രാജ്യമേതാണ്? ഉത്തരം അമേരിക്ക. ഹെറോൺ മാർക്ക് 2 ഡ്രോൺ ഇന്ത്യക്ക് ഏത് രാജ്യമാണ് കൈമാറിയത്? ഉത്തരം ഇസ്രായേൽ. മുജീബ് മേക്കിംഗ് ഓഫ് എ നേഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? ഉത്തരം ശ്യാം ബനഗൽ. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ഇറാനിയൻ കപ്പലായ ഇമാൻ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പലിന്റെ പേരെന്ത്? ഉത്തരം INS സുമിത്ര. 2024 പുതുവർഷം ആദ്യമെത്തിയ ദ്വീപ് ഏതാണ്? ഉത്തരം കിരിബാത്തി. ടൈം മാഗസിന്റെ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച 100 സിനിമകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഏക ഇന്ത്യൻ സിനിമ ഏത്? ഉത്തരം പഥേർ പാഞ്ചാലി. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സസ്യ ഫോസിൽ ഈയിടെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ഉത്തരം ചിത്രകൂട്ട് പർവ്വതനിര. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്നത്. 5ാമത് ലോക കോഫി കോൺഫറൻസിന്റെ വേദി എവിടെയായിരുന്നു? ഉത്തരം ബംഗളൂരു. ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയ രാജ്യമേത്? ഉത്തരം ഇന്ത്യ. 2023 ലോകാരോഗ്യ സംഘടന ട്രക്കോമ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യമേത്? ഉത്തരം ഇറാഖ്. 27ാമത് ലോക റോഡ് കോൺഗ്രസിന്റെ വേദി എവിടെ? ഉത്തരം പ്രാഗ്. 2023 കർണാടക കൾച്ചറൽ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച രാജ്യമേതാണ്? ഉത്തരം ശ്രീലങ്ക. ആമസോൺ കാടുകളുടെ സംരക്ഷണത്തിനായി ആമസോൺ ട്രീറ്റി ഓർഗനൈസേഷൻ കൂടിക്കാഴ്ച നടന്ന രാജ്യമേത്? ഉത്തരം ബ്രസീൽ. ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ ഏറ്റവും മികച്ച ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ശക്തികാന്ത ദാസ്. RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ഫ്രീ ആയിട്ടുള്ള റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. ഈ ചാനലിൽ നിന്നുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.